വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് സുഷിൻ ആസ് എ താങ്കളുടെ ഒരു എനിക്ക് ശിഷ്യനായിട്ട്? സുഷിന്റെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അവനും ഈ പറഞ്ഞ മാതിരി എനിക്ക് തോന്നുന്നു 19 വയസ്സിലാന്ന് തോന്നുന്നു വന്നത്. ഈ നമ്മളുടെ അടുത്ത് വരുമ്പം എൻ്റെ അടുത്ത് പല പ്രോഗ്രാമേഴ്സ് അസിസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ജസ്റ്റ് കാഷ്വൽ ടോക്കിൻ്റെ ഭാഗമായിട്ട് എന്താണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ജസ്റ്റ് പ്രോഗ്രാമിങ്, or അത് കഴിഞ്ഞിട്ട് മ്യൂസിക് ഡയറക്ടർ ആവണം എന്നുള്ള ആഗ്രഹമുണ്ടോ? അപ്പോൾ ചില ആൾക്കാർ, എനിക്ക് അറിഞ്ഞൂടാ അത് എന്തിനാ അങ്ങനെ പറയുന്നതെന്ന്, ചില ആൾക്കാർ വിചാരിക്കും മ്യൂസിക് ഡയറക്ടർ ആവാൻ ആഗ്രഹമുണ്ടെന്ന് ഇപ്പോൾ ഇയാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമ്മളെ അങ്ങ് മാറ്റിക്കളയും. അതുകൊണ്ട് നമ്മൾ എന്നോടൊരു ഒരു സിംഗർ പറഞ്ഞിട്ടുണ്ട്, വളരെ ഫേമസ് സിംഗർ പറഞ്ഞിട്ടുണ്ട്, അത് ശരി, മൊമെന്റ് ഞാൻ മ്യൂസിക് ഡയറക്ടർ ആവാൻ തീരുമാനിച്ചു എനിക്ക് കട്ടുവരും. അത് ഞാൻ ഒരിക്കലും അതിനോട് സപ്പോർട്ട് ചെയ്യില്ല. കാരണം അത് ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഒരാളുടെ. ആ ഇൻസെക്യൂർഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഇതിന് ഇൻസെക്യൂർഡ് ആവേണ്ട ആവശ്യം? അതെല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മേ ബി സം മ്യൂസിക് ഡയറക്ടേഴ്സ്. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന അസിസ്റ്റൻസ് ആയിട്ട് വന്ന മുമ്പേ പ്രോഗ്രാമിങ്ങിന് വന്ന ആൾക്കാർ ആരും തന്നെ ഇത് പറഞ്ഞിട്ടില്ല. എല്ലാവരും ആഗ്രഹം ഉണ്ടെങ്കിലും ആഗ്രഹമില്ല മ്യൂസിക്, നമുക്ക് പ്രോഗ്രാമിംഗ് മതി എന്ന്. സുഷിൻ വന്നപ്പം, സുഷിൻ്റെ അമ്മയുടെ കൂടെ വന്നത്, അവൻ്റെ ആ ഇന്നസെൻസ് ആവാം ആ പ്രായത്തിൽ. ഞാൻ ചോദിച്ചു, സുഷിൻ എന്താണ് സുഷിൻ്റെ ആഗ്രഹം? എനിക്ക് ദീപകേട്ടൻ ചെയ്യുന്ന പോലെ ഇപ്പോൾ ട്യൂണും ഉണ്ടാക്കണം, പ്രോഗ്രാമിങ്ങും ചെയ്യണം, മറ്റേ മിക്സിങ്ങും ചെയ്യണം. ഇത് ഞാൻ കൈ കൊടുത്തു, ബാ എൻ്റെ സൈഡിൽ തന്നെ നീ ഇരുന്നിട്ട് നിന്നെ ഫുൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. കാരണം അത്രയും ട്രൂത്ത്ഫുൾ ആയിട്ട് ഒരാൾ പറയുമ്പോൾ യു ഹാവ് ടു അപ്രീഷിയേറ്റ് ഇറ്റ്. അതാണ് എനിക്ക് അവൻ്റെ. അപ്പം നമുക്ക് അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴായാലും മനസ്സിൽ നിന്ന് തട്ടിയിട്ടുള്ള ഒരു സ്നേഹവും അനുഗ്രഹവും ഉണ്ടാവും.